ഹലോ, ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ബൺ മസ്കയും ഹൈദരാബാദ് ഫേമസ് ആയ നമ്മുടെ ഇറാനി ചായയുടെ റെസിപ്പിയുമായിട്ടാണ് ട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുത്തേക്കണത്. ഒന്ന് വിസ്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവർ മധുരമില്ല കേട്ടോ, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബട്ടറും മിൽക്ക് മെയ്ഡും ഒക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ക്രീം പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബണ്ണിലോട്ട് ഇതൊന്ന് തേച്ച് കൊടുക്കാം. നമ്മുടെ ബണ്ണ് എടുത്തിട്ടുണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ബണ്ണാണ് കേട്ടോ. അപ്പോൾ ആ ബണ്ണിലോട്ട് അതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് കട്ട് ചെയ്യണ്ട, നടുഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ ക്രീം ഒന്ന് തേച്ച് കൊടുക്കുക. ഇത്തിരി കട്ടി തന്നെ നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിത് ഷോപ്പിലൊന്നും പോകാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണ്. കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം കൂടിയാണ്, മധുരം ഉള്ളത് കൊണ്ടിട്ട്. ഒരുപാട് മധുരമൊന്നും ഇല്ലാത്തൊരു മിക്സിങ് ആണ് കേട്ടോ നമ്മുടെ ക്രീമിൽ തേക്കണ. അപ്പം നമ്മുടെ ബണ്ണിലെല്ലാത്തിലും നമുക്ക് തേച്ച് കൊടുക്കാം. സൈഡ് ഭാഗമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇടയ്ക്ക് മധുരമൊന്നും കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി സാധനം തന്നെയാണ്. അപ്പം നമ്മുടെ ക്രീമെല്ലാം ബണ്ണിൽ തേച്ച് വെച്ചിട്ടുണ്ടേ. നമുക്ക് ക്രീം തേച്ച ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബണ്ണെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിന് കോമ്പിനേഷനായിട്ടുള്ള ഒരു സ്പെഷ്യൽ ചായ വേണ്ടേ, നമ്മുടെ ഇറാനി ദം ചായ. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാനോട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ ഞാനിവിടെ 2 സ്പൂൺ ചായപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഓരോരുത്തരുടെ ചായപ്പൊടിൻ്റെ കടുപ്പം അനുസരിച്ചിട്ട് എടുക്കുക. 2 സ്പൂൺ ചായപ്പൊടി, അതിനകത്തേക്ക് ആ ചായപ്പൊടി തന്നെ ഞാൻ ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ഗ്രാമ്പും കൂടെ നല്ലതുപോലെ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദം ചായ ആയതുകൊണ്ടിട്ട് നമുക്കിത് ഇതിൻ്റെ ആവിയൊന്നും പുറത്ത് പോകാൻ പാടില്ല. അപ്പം ഒന്ന് അതിൻ്റെ മുകളിൽ ഒരു കട്ടിയുള്ള എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ ആവിയൊന്നും പുറത്ത് പോകാണ്ടിരിക്കാനായിട്ടാണ്. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് വെക്കാം. നല്ലോണം ഇത് തിളച്ച് കടുപ്പൊക്കെ ഒന്ന് നല്ലതുപോലെ വരട്ടെ. ഒരു ബ്രൗൺ കളറാകണ വരയ്ക്കും നമുക്കൊരു 10 മിനിറ്റ് തന്നെ വെക്കണം കേട്ടോ. നമ്മുടെ ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുക. ആ പാലൊന്ന് നമുക്കൊന്ന് കാച്ചിയെടുക്കാം. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് കുറുക്കി എടുക്കണം പാൽ. വെള്ളമൊന്നും ഇല്ലാണ്ടിരിക്കണം പാലിൽ. അപ്പോൾ അതൊന്ന് പാലൊക്കെ ഒന്ന് നല്ലതുപോലെ തിളച്ച് കുറുകി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂണാണ് എടുത്തേക്കണം. പഞ്ചസാര ഒരിക്കലും ഇടരുത്. അപ്പം നമ്മളുടെ ചായേൻ്റെ ആ ടേസ്റ്റ് തന്നെ മാറും. നമുക്ക് ചായ ഒന്ന് അരിച്ചെടുക്കാം. ഒരു ഗ്ലാസ്സിൽ നമ്മുടെ പാല് പകുതി ഭാഗമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ബാക്കി പകുതി ഭാഗം നമ്മുടെ കട്ടൻ ചായയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മുടെ ദം ചായ നമ്മുടെ പാലിലോട്ട് പകുതി ഭാഗം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചായൻ്റെ പരുവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. കട്ടി എപ്പോഴും പാലിന് ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ബണ്ണൊന്ന് കട്ട് ചെയ്യാം. നമ്മുടെ ബണ്ണിൻ്റെ ഉൾവശം കണ്ട. ഇനി അത് ഒന്ന് ചായയിൽ മുക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ ബൺ മസ്കയും ഇറാനി ദം ചായയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.